Dear students, last class we derivative of f with respect to v. The formula we will discuss where f is a function defined on an open set u in Rn plus 1 and v be a vector in Rpn plus 1 where p belongs to u, with the condition alpha dot of t not equal to v, where alpha is a parameterized curve. ഇതിനുശേഷം നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഇതിവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ, അതായത് ദ ഫംഗ്ഷൻ വിച്ച് സെൻ വി ഇൻ ടു ഡെൽ വി എഫ് ഈസ് എ ലീനിയർ മാപ്പ്, ഇത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെറിവേറ്റീവ് ഓഫ് എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് എക്സ്, okay, with respect to v, where v be a tangent vector. Okay, അപ്പോൾ അത് പിന്നെ നമ്മൾ സർഫസിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെറിവേറ്റീവ് ഓഫ് എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് എക്സ് ഓൺ ദ ഓപ്പൺ സെറ്റ് യു ഇൻ Rn plus 1 ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡെൽ വി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോമ്പോസിഷൻ ആൽഫ ഹോൾ ഡോട്ട് ഓഫ് ടി നോട്ട് എന്നുള്ളതായിരുന്നു. പിന്നീട് അത് നമ്മൾ സർഫസിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെയും ഈ ഒരു ഫങ്ഷൻ വിനെ ഡെൽ വി എക്സിലേക്ക് സെൻഡ് ചെയ്യുന്ന ആ ഫങ്ഷന് ലീനിയർ മാപ്പായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ ഇതിനൊക്കെ നമ്മൾ സർഫസിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഈ function which send v into del vx is a linear map, അതും ഒരു linear map ആയിരിക്കും, from rpn plus 1 into rpn plus 1 if x is a vector field on an open set u and from sp into rpn plus 1 if x is a vector field on an n surface. അപ്പോൾ നമ്മൾ ഈ ഒരു കേസുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സ് ഈസ് എ വെക്റ്റർ ഫീൽഡ് ഓൺ ആൻ ഓപ്പൺ സെറ്റ് യു ആണെന്നുണ്ടെങ്കിൽ ആർ പി എൻ പ്ലസ് 1 ഇൻറ്റു ആർ പി എൻ പ്ലസ് 1 ആയിരിക്കും. അതൊരു എൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ, എക്സ് ഈസ് എ വെക്റ്റർ ഫീൽഡ് ഓൺ എൻ എൻ സർഫസ് ആണെങ്കിൽ ഫ്രം എസ് പി ഇൻറ്റു ആർ പി എൻ പ്ലസ് 1 ഇതായിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഈ ഡെൽ വി എക്സ് of a tangent vector field x, derivative of this tangent vector field x with respect to v on an n surfaces with respect to a vector field v tangent to s at p belongs to v will not be in general tangent to s. അതൊരു ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് ആയിക്കൊള്ളണമെന്നില്ല, അത് ടാൻജൻ്റ് ആയിക്കൊള്ളണമെന്നില്ല എസ്സിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ടാൻജൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. So in later chapter we will find it useful to consider the tangential component of del vx. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി വി എക്സ് എന്നാണ്. ഡെൽ വി എക്സ് ടാൻജൻ്റ് ആയിക്കൊള്ളണമെന്നില്ല, നമുക്കതിനെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് കാണാൻ പറ്റും. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ കോവേരിയൻ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടിരുന്നു. എക്സ് ഡോട്ട് നമ്മൾ എക്സ് ഡാഷ് എന്ന് പറയുന്ന രൂപത്തിൽ, അതേപോലെ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി വി എക്സ് എന്നാണ്, കോവേരിയൻ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വി. അത് ഡിഫൈൻ ചെയ്യുന്നത് നേരത്തെ ഡിഫൈൻ ചെയ്ത അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ്, ഡെൽ വി എക്സ് മൈനസ് ഡെൽ വി എക്സ് ഡോട്ട് എൻ ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി. അപ്പോൾ ഈ ഒരു കോവേരിയൻ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. സോ ഓവർ എൻ ഈസ് എൻ ഓറിയൻറ്റേഷൻ ഓൺ എസ്. So this del vx is called covariant derivative of the tangent vector field x with respect to v belongs to sp. Okay, അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, നമുക്കറിയാം ഡെൽ വി എക്സിൻ്റെ ഫോർമുല എന്താണ്, വാട്ട് ഈസ് ഡെൽ വി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് കോമ്പോസിഷൻ ആൽഫ ഹോൾ ഡോട്ട് ഓഫ് ടി നോട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇതെന്താണ് ആക്ച്വലി എക്സ് കോമ്പോസിഷൻ ആൽഫ ഹോൾ ഡാഷ് ഓഫ് ടി നോട്ട് എന്നുള്ളതാണ്. ഓക്കെ, where alpha is from I to S.
is any parameterized curve in S with alpha dot of t not equal to V. So covariant differentiation has the same properties 1 to 4 above. അപ്പോൾ നമ്മൾ del v xന് ഈ മൂന്ന് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഡി വി എക്സിനും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഡി വി എക്സ് ഈ ഡെല്ലിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡി ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ നമുക്ക് കാണിക്കാൻ പറ്റും. സോ covariant differentiation has the same properties 1, 2, 3 above with delta replaced by d as ordinary differentiation. അത് എക്സസൈസ് പാർട്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ട് 9.5. അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് എന്നുള്ളത് ഈ കോവേരിയൻ്റ് ഡിഫറൻസിയേഷൻ്റെ ആ പ്രോപ്പർട്ടീസ് നമ്മൾ പ്രൂവ് ചെയ്യണം, വെരിഫൈ ചെയ്യണം അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ബൈ യൂസിങ് ദിസ് ഡെഫിനിഷൻ. ഓക്കെ. Now moreover, for each smooth tangent vector field x on S, the function which sends v into dvx is a linear map from sp into sp. ഒരു ലീനിയർ മാപ്പ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനെ ഡി വി എക്സിലേക്ക് സെൻഡ് ചെയ്യുന്ന ആ ഫംഗ്ഷന് അത് എസ് പിയിൽ നിന്നും എസ് പിയിലേക്കുള്ളൊരു ലീനിയർ മാപ്പായിരിക്കും. ഓക്കെ. So we are now ready to study the rate of change of the normal direction n on an oriented n surfaces in Rn+1. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കൊരു കർവേച്ചർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് കർവ്ഡാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും നോർമൽ എത്രത്തോളം പെട്ടെന്ന് അതിൻ്റെ ചേഞ്ച് ചെയ്യുന്ന റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നോർമൽ ഡയറക്ഷൻ ഓൺ എൻ ഓറിയൻറ്റഡ് സർഫസ്, അതാണ് നമ്മളുടെ ഇൻട്രസ്റ്റ്. സോ ഫോർ പി ബിലോങ്സ് ടു എസ് ആൻഡ് വി ബിലോങ്സ് ടു എസ് പി, that means P be a point in the surface S and surface S and V be a tangent vector at P, then the derivative del Vn, okay, del Vn is tangent to S. That means del Vn is perpendicular to n of P. അപ്പോൾ ഇത് നമുക്ക് ഈസി വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം del V of 1 0 ആണ്. സോ 0 is equal to this one. ഈ വണ്ണിന് നമുക്ക് n ഡോട്ട് n എഴുതാൻ പറ്റും. സോ അതിനെ നമ്മൾ del V കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് del Vn ഡോട്ട് n ഓഫ് പി 0 ആണ്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, del Vn is perpendicular to n of p എന്ന് കിട്ടും. That means this one. Okay. So the linear map LP from SP to SP defined by, നമ്മൾ നേരത്തെ എസ് പിയിൽ നിന്ന് എസ് പിയിലേക്ക് ലീനിയർ മാപ്പിനെ ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ ലീനിയർ മാപ്പ് എൽ പി ഫ്രം എസ് പി ടു എസ് പി ഡിഫൈൻഡ് ബൈ ദിസ് എൽ പി ഓഫ് വി ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് വെയിൻഗാർട്ടൻ മാപ്പ് എന്ന് പറയുന്നത് ഓഫ് എസ് അറ്റ് പി. വെയിൻഗാർട്ടൻ മാപ്പ് ഓഫ് എസ് അറ്റ് പി വേർ വി ബിലോങ്സ് ടു എസ് പി, P belongs to S. Okay. So the geometrical, അപ്പോൾ ഇതാണ് നമ്മളുടെ വെയിൻഗാർട്ടൻ മാപ്പ്. ഈ ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. The linear map LP from SP to SP defined by LP of V equal to del Vn. Okay. Now ഇത് എൻ സർഫസിനുള്ള ഇതാണ്. നമ്മൾ ഇനി വേറൊരു വെയിൻഗാർട്ടൻ മാപ്പ് കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. ഇവിടെ S is an n surface in Rn+1. The geometric meaning of LP can be seen from the formula. ഓക്കെ. ഇവിടെ നമുക്കറിയാം മൈനസ് ഡെൽ വി എൻ. ഡെൽ വി എൻ്റെ ഡെഫിനിഷൻ എന്താണ് നമുക്കറിയാം, എൻ കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി ഹോൾ ഡോട്ട് ഓഫ് ടി നോട്ട് എന്നാണ്. സോ ഹിയർ ആൽഫ ഈസ് ഫ്രം ഐ ടു എസ് ഈസ് any parameterized curve in S with alpha dot of t not equal to V. So here LP of V measures the rate of change of n. LP of V measures the rate of change of n as one passes through P along any such curve alpha. Okay, that means the turning of n.
n എത്രത്തോളം ടേൺ ചെയ്യുന്നത്, നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് കാണുക പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പൊസിഷൻ ചേഞ്ചിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ since the tangent space s alpha of t to s at alpha of t is just this one, n alpha of t orthogonal, so the tangent space turns as the normal n turns. Okay, നമ്മൾ n ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടാൻജൻറ്റ് സ്പേസും ടേൺ ചെയ്യും. ആൻഡ് സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടാൻജൻറ്റ് ഇത് എത്രത്തോളം നോർമലിൻ്റെ ഡയറക്ഷൻ ഇതിൽ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ടാൻജൻറ്റ് സ്പേസിൻ്റെ ടേണിങ് കൂടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ എൽ പി ഓഫ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് എ മെഷർ ഓഫ് ദ ടേണിങ് ഓഫ് ദ ടാൻജൻറ്റ് സ്പേസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആ രൂപത്തിൽ നമുക്കതിനെ പറയാൻ പറ്റും. ദാറ്റ് ഈസ് measure of the turning of the tangent space as one passes through P along alpha. So LP contains information about the shape of S. നമ്മളുടെ സർഫസിൻ്റെ ഷേപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് കിട്ടുന്നത്. സോ ആൻഡ് therefore this LP is sometimes called the shape operator of S at P. അതുകൊണ്ട് തന്നെ അതിന് ഷേപ്പ് ഓപ്പറേറ്റർ ഓഫ് സർഫസസ് അറ്റ് പി എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഫോർ കമ്പ്യൂട്ടറൈസ്ഡ് പർപ്പസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് എൽ പി ഓഫ് വി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫോർമുല എൽ പി ഓഫ് വി ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ. നമ്മൾ എന്നിന് ഇവിടെ കമ്പോണൻറ്റ് വൈസ് എഴുതുക. സോ വി ഹാവ് മൈനസ് പി ഡെൽ വി എൻ വൺ എക്സെട്ര ഡെൽ വി എൻ 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 പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു minus of p del n1 tilde of p etc. So where n tilde is any smooth vector field defined on an open set U containing S with n tilde of q equal to n of q for all q belongs to S. Okay, note that n tilde of q need not be a unit vector for q does not belongs to S. When f from U to R is such that S is equal to f inverse C for some C belongs to R and n of q equal to del f of q divided by norm del f of q for all q belongs to S, it is natural to take n tilde as del f by norm del f. Sometimes, however, another choice of n tilde is more convenient as the following example shows. So നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും ഈ എക്സാമ്പിൾ. അപ്പോൾ ഇന്ന് ഇത്തരം കാര്യങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഡെൽ വി എക്സിൻ്റെ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് അത് എക്സസൈസ് 9.5. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാം 9.5. ഓക്കെ, താങ്ക് യു.